our Lord Jesus Christ. Therefore, my beloved brother, be steadfast, unmovable, always abounding in the work of the Lord, for as much as you know that your labor is not in vain in the Lord. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഉച്ചയുടെ ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിയിക്കാൻ കർത്താവിനെ എപ്പോഴും വർദ്ധിച്ചു വരുന്നതാകും. ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന ദൈവത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒരു മാസം മുമ്പ് ജോൾ സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഫ്രെഡി ഒരു അലുമിനി മീറ്റിംഗ് സെറ്റ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. കാരണം പൊതുവേ ഞാൻ എല്ലാവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ചെയ്യുന്നവരൊക്കെയാണ് എല്ലാവരുമായിട്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോഴാണ് പ്രിയ ജോൺ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാച്ചിലുള്ളത് തൊട്ട് കുറച്ച് 4-5 വർഷമുള്ള പിള്ളേരായിട്ട് ഇപ്പോഴും ചെറിയ രീതിയിൽ ഞങ്ങൾ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവകൃപയാൽ 2017 BD എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ ദൈവം സഹായിച്ചു. Because of God's grace, 2017 I graduated from NDC College. +2 കഴിഞ്ഞ ശേഷം ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹിച്ചു. ബട്ട് എൻ്റെ റിലേറ്റീവ്സ് കാര്യങ്ങൾ പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. After my +2 I decided to go to Bible college. Then few of my relatives said after the degree you can go and study in Bible college. അങ്ങനെ 2014-2017 ഒരു ഡിഗ്രിയും BA ലിറ്ററേച്ചർ അത് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു. നാട്ടിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു. അതിനുശേഷം 2017 ജോയിൻ ചെയ്തപ്പോഴും ഞങ്ങളുടെ കോളേജ് പുതിയ കോളേജ് ആയിരുന്നതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് BD 1.2 പഠിക്കാൻ പറ്റാതെ BD ഓറിയന്റേഷനിൽ ജോയിൻ ആവാൻ പറ്റി. During that time I completed my degree from Kerala. Then after that 2017 I joined in NDC. By that time I did not get my certificate also, but because of that I joined in BD orientation. നമുക്ക് തന്ന സമയത്തിന് ഉള്ളിൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പക്ഷേ എല്ലാം നല്ലതിന് വേണ്ടിയാണ്. കാരണം ഞാൻ 2017 BD 1 ജോയിൻ ചെയ്തു എങ്കിൽ എനിക്ക് ഒരു ഗ്രാജുവേഷൻ കിട്ടത്തില്ലായിരുന്നു. കാരണം ഓൺലൈൻ ഗ്രാജുവേഷൻ ആയിരുന്നു കൊറോണ. Even though that happened, I thank God, because if I joined, even though my certificate came late, because of that I had to join in orientation. Because of that, my graduation done in a good manner. Because after that, before that, the graduation was done through online. കൊറോണയ്ക്ക് ശേഷം ദൈവകൃപയാൽ എൻ്റെ മാതാവിനെ എൻ്റെ സഹോദരിക്ക് അവിടെ ദാദോളിൽ വന്ന് എൻ്റെ ഗ്രാജുവേഷൻ കാണാൻ ദൈവം സഹായിച്ചു. എല്ലാം നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. After Corona, my sister and my mother, my parents came there and they saw my graduation service. NDCയിൽ പഠിച്ചപ്പോൾ തന്നെ 2017 ജോയിൻ ചെയ്തു. ചെന്നപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം എന്നെ കരകയറ്റി. എന്നാ പറയുക, അവിടെ ചെന്നു മലയാളി കൂട്ടങ്ങളോട് തന്നെയാണ് കൂടിയത്. ഫസ്റ്റ് ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോഴത്തേന് റോൾ ലെറ്ററിനകത്ത് വന്നു, മലയാളി കൂട്ടങ്ങളോട് കൂടരുത്, മാറി, നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഇംഗ്ലീഷ് ഹിന്ദി സംസാരിക്കാനാണ്. പക്ഷേ നമുക്ക് ചെറിയ രീതിയിലൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ അവരോട് അടുക്കാനും. പക്ഷേ വേർതിരിവില്ലാതെ എല്ലാവരെയും മലയാളി എന്നോ നോർത്ത് ഇന്ത്യൻ എന്നോ ആന്ധ്രയെന്നോ എല്ലാവരും ഒരുപോലെ കാണുകയും സഹായിച്ചു. My emptiness when I was nothing, I joined in NDC. By the time even our teachers used to say you are here to learn English and Hindi, but because we have Malayali friends, we used to talk, we used to discuss, or we used to sit here and there and talk in Malayalam only. But there is something that we call in Malayalam, we experience with Malayalis, that even if we know other languages, the Malayalam language only comes out of our mind. അങ്ങനെ സെക്കൻഡ് ഇയർ വന്നപ്പോൾ എൻ്റെ ഈ നല്ല മലയാളി കൂട്ടുകാരുടെ കൂടുതൽ കാരണം എന്നെ പിടിച്ച് മ്യാൻമാറിലെ ഡേവിഡ് ബാലാൻ്റെ കൂടെ എന്നെ റൂംമേറ്റ് ആക്കി. Because I had close friendship with Malayalis, so my roommate was one Myanmar, David. He was my classmate. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് പുള്ളിക്ക് മനസ്സിലാവത്തില്ല, പുള്ളി പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നു. English I can't understand, the way I speak he can't understand. ഇനി അദ്ദേഹത്തിന് കൃപ കൊണ്ട് എല്ലാ വർഷവും പഠിച്ചിറങ്ങാൻ ദൈവം സഹായിച്ചു. പ്രിൻസിപ്പളിന്റെ റൂമിൽ ഒരു പ്രാവശ്യം കയറുവാൻ ഇടവന്നതിന് ശേഷം പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞു, നീ ഒരു പാമ്പിനെ കൊന്നു എന്ന് ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പാമ്പിനെ കൊന്നിട്ടില്ല. Even I had to go into the principal's room because I killed one snake.
Only once. Only once he went to principal's office. അങ്ങനെ ദൈവത്തിന് ഒറ്റ തവണ പ്രിൻസിപ്പൽ ഓഫീസിൽ കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ആരെയും ഓഫീസിൽ അങ്ങനെ വഴക്ക് പറയാനോ അങ്ങനെ ഒന്നും കയറി ഇടവന്നിട്ടില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് നല്ല മാർക്കോടെ പഠിച്ചിറങ്ങുന്ന ദൈവം സഹായിച്ചു. Because of God's grace, I got enough good marks and I passed out from there. ഈ നിമിഷം ഞാൻ ബിജു സാറിനെ ഓർക്കുന്നത് കാരണം ഞാൻ കോളേജിൽ വരുന്നതിന് മുന്നേ തന്നെ ബിജു സാറോട് കോൺടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബിജു സാറിനെ അതുപോലെ തന്നെ ഞാൻ ചെന്നതിന് ശേഷമാണ് ജോർജ് മോഹൻ സാറ്, പിന്നെ പ്രത്യേകിച്ച് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ജോർജ് സാറും. എനിക്ക് ജോർജ് സാറും അതുപോലെ ബിജു സാറൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. At this moment I remember Viju sir, even before joining NTC I had a relationship with Viju sir, then George Mohan sir, then our dear Joel sir. ഈ നിമിഷം ഞാൻ എൻ്റെ കുര്യാക്കോസ് സാറിനെയും ടീച്ചറിനെയും ഓർക്കുന്നു. 2 വർഷത്തെ ഫാസ്റ്റ് കെയർ ആയിരുന്നു. ഒരു മകൻ എന്ന രീതിയിൽ എന്നെ ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്തു. Even I remember my Kuryakos sir and our family because they supported me. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഫീസിന്റെ വർധനം മൂലം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇവിടുന്ന് TC വാങ്ങിച്ച് നാട്ടിൽ പോകാം. അതിന് മമ്മി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ കുഞ്ഞുനാൾ മുതൽ എന്ത് ആവശ്യമുണ്ടോ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാണ് ചെയ്തത്. മുട്ടുമടക്കാൻ പറഞ്ഞത് ദൈവം നിന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് നടക്കുന്നു. Because of the increasement in fees, I called my mother and I said I want to come back, something like that. Then she said, whenever some needs come on your life, you have to come on your knees and pray and it will be fulfilled. ദൈവത്തിന്റെ കൃപ കരുണ മൂലം ദൈവം അപ്പൻ സ്വർഗ്ഗത്തിലെ അപ്പൻ എല്ലാം തക്കതായ സമയത്ത് തന്നു അവർക്ക് പഠിച്ചിറങ്ങും ദൈവം സഹായിച്ചു. My heavenly Father provided everything which I was in need and I studied there and I got graduated. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി സാറുമാരുണ്ട്, ജിസൻ സാറുണ്ട്, സന്തോഷ് സാർ, കേഡ സാർ, വാങ്ഷീമാം. ലാസ്റ്റ് ഇയർ വാങ്ഷീമാവും എനിക്കൊരു ലീഡർ, സ്പോർട്സിന്റെ ലീഡർ ആ ദൈവം സഹായിച്ചു. വാങ്ഷീമാമോടെ ഒപ്പം അത് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ കോയിൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ജോയ് സാർ എനിക്ക് പറഞ്ഞു ഫ്രണ്ടി ചെയ്യണം. അതിലൊത്തിരി ആ രീതിയിൽ കോളേജിൽ ഹെൽപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. There are other teachers like Jisan sir, Keda sir and Vanshi madam and there are other teachers and even I got an opportunity to become a leader of sports team. എല്ലാവരും കാരണം ഇവിടെ വരാത്ത റെനി, ലിപ്സൺ, മിഥുൻ, സിജിൻ അവരൊക്കെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ മാസത്തിന്റെ അവസാനമായിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വരാതെ. അവർ ദൈവത്തിന്റെ മിനിസ്ട്രിയിൽ അവർ സന്തോഷമായിരിക്കുന്നു. There are few of our friends, they are not here because of their busy schedules, because the month end and the Saturday, Sunday, these days they are so busy and they are also saying that they want to come but they can't come because of their busyness. 2017 ബൈപോൾ ജോർജ് സമയത്ത് എൻ്റെ ഒരു അപ്പച്ചനാണ് ഓൾ ഇന്ത്യ സെക്രട്ടറി പാപ്പി മറ്റേ ഇലക്ട്രോൾ പറഞ്ഞത്. അപ്പച്ചൻ എടുത്ത് പറഞ്ഞു, നീ ഇന്ത്യയിലൊന്നും പോകണ്ട, നേരെ ഇവിടെ വന്നാൽ മതി, ഇലക്ട്രോൾ തിയോളജി കോളേജിൽ വന്നാൽ മതി, ഫുൾ ഫ്രീ ആണ്, നിനക്ക് പഠിച്ച് അവിടെ തന്നെ മിനിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞാനൊരു ആഗ്രഹമുണ്ട്, സ്വന്തക്കാരും വീട്ടുകാരും ചാച്ചക്കാരൊക്കെ പറയും ഞാനാ പഠിപ്പിച്ചേ. അത് കേൾക്കാൻ അങ്ങനെ ഇഷ്ടമല്ല. പല സ്ഥലത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ദൈവം എല്ലാം തക്കതായ സമയത്ത് നിറവേറ്റാൻ ദൈവം സഹായിച്ചു. My relatives used to tell me that you come here, we will give you study, we will make you study for freely and all. But whatever I used to do from the childhood, I used to pray and I used to get it, and the same way I prayed and I got it from God. പിതാവും മാതാവും സഹോദരി അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എൻ്റെ പേര് ഫ്രെഡി എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ചിലർക്ക് ഈ സാവചരൊക്കെ ഇവിടെ വന്നപ്പോഴേ ചോദിക്കുന്നത് ഫ്രെഡി ഇതാണോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. If you knows my name and if you don't know my name, even the Sam sir is here. He just came to know my name today only. അങ്ങനെ 2022 പഠിച്ചിറങ്ങുന്ന ദൈവം സഹായിച്ചു. പഠിച്ചിറങ്ങിയത് തൊട്ട് പിന്നാലെ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് MSW മാസ്റ്റേഴ്സ് വർക്കിന് മെഡിക്കൽ സൈക്കാട്രി ജോയിൻ ചെയ്യാൻ സഹായിച്ചു. After my BD studies, I joined in MSW. ഇവിടെ പരിമല ഹോസ്പിറ്റലാണ് വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം തൊട്ട് എൻ്റെ പഠിത്തം കഴിയും. By next month I will be graduated from that. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇപ്പോഴും വീക്കെൻഡിലും ഓരോ ചർച്ചകളിൽ പോകുവാനും മിനിസ്റ്റർ ചെയ്യാൻ ദൈവം സഹായിക്കുന്നു. Because of God's grace, I got an opportunity to go to different churches in the weekend. ഗ്രാജുവേഷന് ശേഷം എനിക്ക് ആദ്യം ഒരു സഭ കിട്ടിയത് കാരക്കാട് IPC സഭയാണ്. അവിടെ പ്രസംഗിച്ച ശേഷം അവസാനം പ്രിയ സൈമൺ സാറിന്റെ അളിയനെ കാണുവാനും പരിചയപ്പെടാൻ ദൈവം സഹായിച്ചു. After the graduation, I got an opportunity to preach in Karakkad IPC Church. After my sermon, I met brother-in-law of dear Simon sir. ഞാനും ഇതുവരെ നടത്തി NTC എന്ന് പറയുന്ന ആരോടെങ്കിലും പറഞ്ഞത് ഞാൻ NTC ഗ്രാജുവേറ്റ് എന്ന് പറയുകയാണെങ്കിൽ പറയും, NTC ഗ്രാജുവേറ്റ് ആണ്. കാരണം നമ്മുടെ NTC കോളേജ് പറഞ്ഞത് top 5 നിൽക്കുന്ന ഒരു കോളേജാണ്. ഓൾ ഓവർ വേൾഡ് എന്ന് തന്നെ പറയാൻ പറ്റും.
wherever we go, if we say we are graduate from NDC, we used to get that kind of status in front of even everyone. And I think NDC stand as 5th toppest colleges in India. ഒരിക്കലും ഞാൻ അവിടെ പഠിച്ച 5 വർഷം വേസ്റ്റ് ഞാൻ പറയത്തില്ല. കാരണം പഠിച്ചത് എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. I will not say that my 5 years of study was like it was a waste of time, but I will say that everything which I learned from there, it was a useful thing in my life. അനേകം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആൾക്കാരോട് പഠിക്കുവാനും അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നു. We got an opportunity to study with different other state people. അങ്ങനെ NDC പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് അലൂമിനി മീറ്റിംഗിന് ഇതൊരു കോർഡിനേറ്റ് ചെയ്യാൻ ദൈവം തന്നെ സഹായിച്ചു. അതിനുള്ള പ്രത്യേകിച്ച് ജോയൽ സാറിനോട് നന്ദി അറിയിച്ചു കൊടുത്തു. I got an opportunity to conduct this meeting also. I thank Joel sir for even allowing us to be a part in this meeting. ഇന്ന് ഇപ്പോഴത്തെ ലാസ്റ്റ് കർത്തവ്യം പറഞ്ഞ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ TFK ബൈബിൾ കോളേജിനോടും ഇതിന്റെ ഫൗണ്ടറായിട്ടുള്ള കാപ്പി ഡാനിയലിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ജോസ് പോലെ ഫ്രെഡി ഷാരം ബൈബിൾ കോളേജ് തിരുവല്ല ഒന്നുപോയി അവിടെ കോൺടാക്ട് ചെയ്യുക. ഞാനങ്ങനെ 2 പ്രാവശ്യം ഞാൻ അവിടെ പോയി അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു. 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് പറഞ്ഞത് നല്ലൊരു എമൗണ്ട് കൊടുക്കണം റെന്റിന്, ഫുഡിനെല്ലാം നല്ലൊരു എമൗണ്ട് ആകും. നമ്മളന്നേരം സാധനത്തോട് സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കത്തില്ല. അതിനായി ഞാൻ ജിൻസിനോട് സംസാരിച്ചു. ജിൻസൺ പറഞ്ഞു ഞങ്ങളിവിടെ അക്കോമഡേഷൻ, ട്രാവലിങ്, ബാക്കി മോർണിംഗ് ഫുഡ്, നൈറ്റ് വരുന്നവർക്ക് നൈറ്റ് ഫുഡ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാം, നീ ഇനി വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല. പ്രിയ ജിൻസൺ നല്ല മിനിസ്ട്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഞാനിവിടെ ഇത്ര അടുത്ത് കണ്ടിട്ട് പോലും ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് ജിൻസൺ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന്. എന്നാലും ജിൻസിനോട് ഇവർക്ക് കാരണം ജിൻസനും ഞങ്ങൾ പഠിക്കുമ്പോൾ ജിൻസൻ അവിടെ ഉണ്ട്. കാരണം പൊതുവെ ചില ആൾക്കാർ നോട്ടപ്പുള്ളിലാണ് ശരിയാവില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്താ പറയുക, നിൽക്കുന്നവരോ ദൈവം നമ്മളെ മാനിക്കത്തില്ല. അതുപോലെ ജിൻസനെ ദൈവം ഉയർത്തി എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ജോൺ സാറോട് കോൺടാക്ട് ചെയ്യുകയും ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുകയും അങ്ങനെ ഒത്തിരി എൻ്റെ ഒരു വോയിസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് വന്നത്. കാരണം ഒരു പോളൊക്കെ ഇട്ടതിൽ പോളിങ്ങനെ പോലും ആർക്കാത്ത ഭയങ്കര പാടായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് ഒരു 20-25 പേർക്കായാലും ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ കണ്ടക്ട് ചെയ്ത് സഹായിച്ചു. പ്രിയ ജോസ് സാർ ഇനിഷ്യേറ്റീവ് ജോസ് സാർ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സൈബർ സാറിനും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സാറിന്റെ വരുമെന്നോ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. സൈബർ സാർ ഞങ്ങൾ നന്ദി അറിയിച്ചു. അതുപോലെ തന്നെ ജിസൻ സാറ്, നമ്മുടെ സന്തോഷ് സാറ്, സ്പെഷ്യൽ താങ്ക്സ് ടു വംഷിമ മാൻ കേര സാർ, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ PSS ജോൺ സാറ്, അങ്ങനെ ഇവിടെ വന്ന് ഈ മീറ്റിംഗ് വളരെ വിജയമാക്കി തന്ന എല്ലാ ഫാക്കൽറ്റീസിനോടും അതുപോലെ തന്നെ എല്ലാ ഞങ്ങളുടെ NDC ഗ്രാജുവേറ്റ്സ്, അതുപോലെ സ്പെഷ്യൽ താങ്ക്സ് ടു TFK സെമിനാരിയൻസ്, അവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. സൈമൺ സാർ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം നമ്മുടെ NDC സെനാപതി ഒരു ഗ്രൂപ്പ് ഫോട്ടോ